ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. മൈക്കിൾ ജാക്സന്റെ പുത്തൻ ആൽബം അത്താച്ചേക്കാൾ ഉഗ്രൻ. എന്റെ അപ്പച്ചിയുടെയും അമ്മച്ചിയുടെയും 2 ആൽബവും കീറി പറഞ്ഞിരിക്കുക. പുതിയതൊരെണ്ണം വാങ്ങണം. ബൈ ദ വേ, റെക്സി അപ്പച്ചിയെ അപ്പാച്ച എന്നാണ് വിളിക്കുന്നതല്ലേ? ഓരോരോ ഫാഷൻ. ഈ വണ്ടി എങ്ങനെയുണ്ട്? ഇത് ഡാഡിയുടെ വണ്ടിയാ. ഇന്നലെ കൊണ്ടുവന്നത് മമ്മിയുടെ വണ്ടി. എന്റെ വണ്ടി അങ്കിൾ കൊണ്ടുപോയി. നല്ല വണ്ടി, എനിക്ക് ഇഷ്ടമായി. പിന്നെ എന്റെ ഡാഡിയുടെ വണ്ടി ഫോറിനാ. 8 ലക്ഷം രൂപയാ. അതിലിരുന്ന് ഉറക്കം വരും. ഉറക്കം വരാൻ 8 ലക്ഷം എന്തിനാ? 1.5 രൂപ കൊടുത്താൽ നല്ല 1-ാം തരം ഉറക്ക ഗുളി കിട്ടുമല്ലോ. സത്യം പറഞ്ഞ താൻ അടുത്തിരിക്കുമ്പോ ഐ ഫർഗെറ്റ് എവറിത്തിങ്, ഈവൻ ദി തിയറി. കാരണം താൻ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച പോലത്തെ പെണ്ണ. താങ്ക് യു ജോസൂട്ടി. ഒരു 15 ലിറ്റർ അടിച്ചേക്കാം. 2 ലിറ്റർ അടിച്ചാ മതി. 2 ലിറ്റർ. അയ്യയ്യേ, മാറി 2 ലിറ്ററാ? പതുക്കെ. അതെ, ഇതിന്റെ പെട്രോൾ ടാങ്കിന് ചെറിയ ലീക്ക് ഉണ്ട്. എത്ര അടിച്ചിട്ടും ഒരു കാര്യമില്ല. അല്ലാതെ അവർ കേൾക്കുന്നു വിചാരിച്ചിട്ടൊന്നുമല്ല. എന്ത് ചെയ്യുന്നു പറയൂ. 15 ലിറ്റർ പെട്രോൾ അടിച്ചിട്ട് 500 രൂപ നോട്ട് കൊടുത്തപ്പോ ചേഞ്ച് ഇല്ലെന്ന്. ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് കാശ് എടുത്തുകൊണ്ട് വരാന്ന് വെച്ചാൽ ഞാൻ തരാം. അയ്യോ, അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? ഇതാ പറഞ്ഞത് സർക്കാരിന്റെ അടുത്ത് 500 രൂപ നോട്ട് നിരോധിക്കണമെന്ന്. താങ്ക് യു. 500 രൂപയ്ക്ക് ചേഞ്ച് ഉണ്ടെന്നല്ലോ സാർ. ഇത് വെച്ചോ, ബാക്കി 10 രൂപ നീ എടുക്കാം. അത് വേ, ഇത് വേ. കടമനിട്ട കവിതകൾ എപ്പോ കേട്ടാലും നമ്മുടെ മനസ്സ് ആർദ്രമായി പോകുമല്ലേ? എന്നാലും എനിക്കേറെ ഇഷ്ടം മധുസാറിന്റെ കവിതകളാണ്. ബാബുനോ? എനിക്കിഷ്ടം പ്രേം നസീറിന്റെ കവിതകളാണ്. പ്രേം നസീർ കവിത എഴുതുമായിരുന്നോ? പിന്നെ, പക്ഷെ അത് ആർക്കും അറിയില്ലായിരുന്നു. പ്രേം നസീറിന് പോലും. ഏകാന്തത വേട്ടയാടുന്ന നിമിഷങ്ങളിൽ പ്രേം നസീർ സാറ് കവിതകളെ വേട്ടയാടുമായിരുന്നു. അതൊന്നും അറിയില്ലല്ലേ മണ്ടി പെണ്ണെ. അപ്പൊ നാളെ കവിയരെങ്കിലും വെച്ച് കാണാം. എന്താ? കാണാം. ഓ ശരി. ലക്ഷ്മി, ഇപ്പോഴാ ഓർത്തത്, സുകുമാർ അഴീക്കോടിന്റെ പുതിയ ഡിറ്റക്റ്റീവ് നോവൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഡിറ്റക്റ്റീവ് നോവലോ? അത് ഞാൻ പറ്റിക്കാൻ പറഞ്ഞതാ. കവിതാ സമാഹാരം. അതിന്റെ ഒരു പുതിയ കോപ്പി വാങ്ങിയാൽ കൊള്ളാവുന്നുണ്ട്. ഞാനാണെങ്കിൽ പേഴ്സ് എടുത്തില്ല. ഇനി വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ലേറ്റ് ഒരു 200 രൂപ ചേഞ്ച് ഉണ്ടാവോ കയ്യില്? ഓ, അതിനെന്താ? ഈ കവിതാ സമാഹാരങ്ങൾക്കൊക്കെ ഇപ്പൊ എന്ത് വിലയല്ലേ? എന്നാ കാണാട്ടോ. ചുട്ടുതെന്നെങ്കിൽ അത് വിശന്നിട്ടായിരിക്കും. കറുത്ത മക്കൾക്ക് റെസ്റ്റ്. ഇനി കുറച്ചു നേരത്തേക്ക് വെളുത്തത്. Before we close, here is the news summary. In Madhya Pradesh, polling for 170 assembly seats will take place tomorrow. Noted diplomats and academicians view the Shimla Agreement as the framework for improving Indo-Pak relations. The railways are to launch an insurance scheme to cover passengers hurt in riots and terrorist acts. റേഡിയോ ഒന്ന് ഓഫ് ചെയ്യുന്നേ. And in cricket, India meets West Indies. രാവിലെ മുതൽ ഓഫീസിലിരുന്ന് മുഷിഞ്ഞു വരിക. ഏയ്, അങ്ങനെ മുഷിഞ്ഞിട്ടൊന്നുമില്ല. AC റൂമിലല്ലേ എപ്പോഴും ഇരിക്കുന്നത്. അങ്ങനെ മുഷിയൊന്നുമില്ല. ഫെർണാണ്ടസിന് അറിയാഞ്ഞിട്ടാ. ട്രാവൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഓൾ അവേഴ്സ് ബിസി ആയിരിക്കും. ഫെർണാണ്ടസിന്റെ അടുത്ത് വരുമ്പോഴാ ഒരു സമാധാനം. You know, manager always seeks my help and assistance for everything.
I'm not just one among the 60 staff members for him. You see, I'm supposed to make fax, telex, phone calls, and what not. I don't simply get time to attend the customers at the ticketing counter. Oh, a boring mechanical life. I'm fed up. ഷീല, എൻ്റെ അച്ഛൻ സോറി ഡാഡി എപ്പോഴും എന്നോട് പറയാറുണ്ട്, ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. Fernandez. ഷീല, യു നോ cigarette smoking is injurious to health. Oh, you're too naughty. ഓക്കെ നത്തിങ് ഒഫീഷ്യൽ അബൌട്ട് ഇറ്റ്. ഷീലയ്ക്ക് ഇവിടെ ഇറങ്ങണോ? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് പോകാം. സത്യം പറയാലോ ഷീല, ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച പുറത്ത് പെണ്ണ. താൻ അടുത്തുള്ളപ്പോ ഐ ഫോർഗെറ്റ് എവറിത്തിങ്, ഈവൻ ദ സ്റ്റേവിംഗ്. 92 മോഡലാ, ഒറിജിനൽ കേരള. 1.80 ഒരു പൈസ കുറയില്ല. ഒരു മിനിറ്റ്. സർവീസ് ചെയ്ത വണ്ടി പോയി എടുക്കാൻ ഇത്ര സമയം? പല പ്രാവശ്യമായി നീ ഇത് ആവർത്തിക്കുന്നു. എനിക്ക് വണ്ടി കച്ചവടം നടത്താൻ ഒരു പ്യൂണിന്റെ ആവശ്യമില്ല, അത് ഓർമ്മ വേണം. പോയി ചായ മേടിച്ചോണ്ട് പാടും. ഹസനിക്കയുടെ കടയിൽ നല്ല ചൂട് പഴംപൊരി ഉണ്ടാവും. വേണ്ടല്ലേ? ഹലോ, ഈ ആധാരെഴുത്തരം വാസുള്ളയുടെ വീട് ഏതാ? വാസുള്ള മരിച്ചുപോയല്ലോ. അയ്യോ, ഞാൻ ഇന്നലെയും കണ്ടാണല്ലോ. അപ്പൊ പിന്നെ മരിച്ചുപോയ വാസുള്ള ഏതാ? വണ്ടി നിർത്ത്. താനല്ലേ പറഞ്ഞ വാസുള്ള മരിച്ചുപോയെന്ന്? താൻ കണ്ടത് മരിച്ച വാസുള്ള ആണെങ്കിലോ? ഓ, ശരി. Fernandez? 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 അയ്യോ Fernandez, ഇതെന്ത് പറ്റി? നിങ്ങൾക്ക് ആള് മാറിപ്പോയതാ. ഞാൻ ഫെർണാണ്ടസ് ഒന്നുമല്ല, എന്റെ പേര് ബാലസുബ്രഹ്മണ്യൻ എന്നാ. വിനായകനേ വിനതീപവനേ ഉമാപതിയേ ഗുരുവേ ശരണം. ഇതെന്ത് പറ്റി? ഇതിലും കൂടുതൽ പറ്റേണ്ടതാ. ഗുരുവേ ശരണം. നിർത്ത് നിർത്ത് നിർത്ത്. എന്താ ഇത്? ബ്രേക്ക് കുറവാ സർ. ഇതാണ് ഹോട്ടൽ. അത് ഹോട്ടലല്ല, ഹോട്ടലിന്റെ ബോർഡ്. താത്ത എവിടാ? താത്ത വരണം, എന്റെ വീട്ടിൽ പോയി. എപ്പോ പോയി? 1 മണിക്കൂറായി. സാറേ, റൂം കാണിച്ചു തരാം, എനിക്ക് വേറെ പണിയുണ്ട്. വന്നട്ടെ, വേഗം വന്നട്ടെ. അമ്മേ, അയ്യോ. ഇതാണ് റൂം അല്ലേ? അല്ല, റൂമിന്റെ പൂട്ട്. പോരാ, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല, ഫാനില്ല, വെള്ളമില്ല. പിന്നെ എന്നെപ്പോലെ ഒരു എഞ്ചിനീയർ ഇവിടെ താമസിക്കാന്ന് വെച്ചാല് 4-5 മാസത്തേക്കല്ലേ, അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്വാൻസ് തരുമല്ലോ? തരണം. 1000 ഉണ്ട്. ഇരിക്കൂ. സോറി, ഇവിടെ ഇരിക്കാനൊന്നുമില്ല, ഞാൻ താത്തയെ വിളിച്ചോണ്ടിരാം. താത്തയുടെ പുറത്താണോ ഇരിക്കുന്നത്?